ഒരു പ്രത്യേക കമ്പനിയുടെ കൂടെയോ ഒരു പ്രത്യേക വ്യവസ്ഥയുടെ കൂടെയോ നമ്മൾ നിന്നാലല്ലേ ഇത്രയും ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള ഒരു സമയം. ശരിക്കും ഏറ്റവും അധികം മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും അധികം ജനാധിപത്യപരമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം. അതെ, സുതാര്യമായി ജനാധിപത്യപരമായി. അപ്പോൾ എവരിബഡി ഈസ് എ ജേർണലിസ്റ്റ്. എന്നാലും അതിലെ കമന്റ് വായിക്കുമ്പോൾ വിഷമം തോന്നാറില്ലേ? ഞാനങ്ങനെ എല്ലാവരും വായിക്കാനൊന്നും ഒന്ന് നേരം കിട്ടാറില്ല, രണ്ട് അത്രയധികം വായിക്കാറുമില്ല. ഞാൻ ഫേസ്ബുക്കിലില്ല, ഇൻസ്റ്റാഗ്രാമിൽ മാത്രമേ ഉള്ളൂ. യൂട്യൂബിൽ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. പിന്നെ മിക്കതും മകൻ കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ വീഡിയോസ് അവനിങ്ങനെ എന്തെങ്കിലും ദേ അമ്മ എന്ന് പറഞ്ഞിട്ട് കാണിക്കുമ്പോഴേക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞാനും കാണാറുള്ളത്. അതെ, അല്ലെങ്കിൽ ഇവര് സുഹൃത്തുക്കളായിരിക്കും ചിലപ്പോൾ അയച്ചിരുന്നു കാണിക്കുന്നതും ഒക്കെ ആയിരിക്കും. അത് ഈ പറഞ്ഞ പോലെ ഓരോ കാലഘട്ടത്തിൻ്റെ ഓരോ സവിശേഷതകളാണല്ലോ. അപ്പോൾ ഈ പെട്ടെന്ന് പിന്നെ നമുക്ക് പ്രതികരിക്കാനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ അതും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ ഒരു തലമുറ എന്ന് പറയുന്നത്, ഞാൻ പ്രായം കൊണ്ടല്ല തലമുറ എന്ന് പറയുന്നത്, പക്ഷെ ഇപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് എല്ലാവർക്കും ഒരു പക്ഷേ ഇത്രയും കാലമായിട്ട് ഇത്ര സ്വതന്ത്രമായി എന്തിനോടും ഏതിനോടും ഏത് വിധത്തിലും പ്രതികരിക്കാം എന്നുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നല്ലോ. ഇതിപ്പോൾ പെട്ടെന്ന് വീണ് കിട്ടിയ ഒരു സ്വാതന്ത്ര്യമല്ല. അത്ര ആളുകളെന്ന് ചിലവർ ഉപയോഗിക്കുന്നു, ചിലവർ ദുരുപയോഗിക്കുന്നു. കുറച്ചു കാലം കഴിയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പക്വത നമ്മളിൽ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു.